السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين برضا الله أجمعين. أما بعد، اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. പ്രിയമുള്ള പഠിതാക്കളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടിയുള്ള നിയ്യത്തിന് വലിയ പ്രതിഫലമാണ്. ദീന് പഠിക്കുന്നതിന് അതിനും വലിയ പ്രതിഫലമുണ്ട്. പഠിച്ച് പ്രവർത്തിക്കുന്നതാണ് ലക്ഷ്യം. നമ്മൾ ഈ പഠിക്കുന്ന ഓരോ ഫിഖ്ഹിൻ്റെതായ പൊതു നിയമങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അത് ഏതെല്ലാം മേഖലകളിൽ വരുന്നുവോ അവിടെയൊക്കെ പ്രാവർത്തികവൽക്കരിക്കുകയാണ് ഇതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ധർമ്മം. ഇനി നമ്മൾ വായിക്കാനുള്ളത് ഈ കിതാബിലെ 30ാമത്തെ വരിയാണ്. അതായത് നമ്മൾ ഏകദേശം 30 ബൈത്തുകൾ 29 ബൈത്തുകൾ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് 30ാമത്തെ വരി, അത് ചെറിയൊരു ഖാഇദയാണ്, എന്നാൽ വലിയ ഖാഇദയാണ്. കുറച്ച് സമയം മതി നമുക്കത് പറയാൻ. ആ ഖാഇദ ഇങ്ങനെയാണ്: വഇൻ അത്തത്തഹ്രീമു ഫീ നഫ്സിൽ അമൽ ഔ ശർത്തിഹി ഫാദു ഫസാദിൻ വഖലൽ. വഇൻ അത വന്നാൽ, അത്തഹ്രീമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അല്ലാഹു ഹറാമാക്കൽ, അത് വന്നാൽ, ഫീ നഫ്സിൽ അമൽ ഒരു കർമ്മത്തിൽ തന്നെ റസൂലുള്ളാഹിയുടെ നഹി വന്നാൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നഹി വന്നാൽ, ഔ ശർത്തിഹി അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഷർത്തിൽ നഹി വന്നാൽ, ഫദു ഫസാദിൻ അത് സ്വീകാര്യമല്ലാത്തതാണ്, ഖലലുള്ളതാണ്, ഫസാദുള്ളതാണ്. ഫസാദുള്ളതാണ് എന്ന് പറഞ്ഞാൽ അസ്വീകാര്യമാണ്. ഖലൽ എന്ന് പറഞ്ഞാൽ പിന്നെ വീഴ്ച, കുറവുള്ളതാണ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. അന്നഹിയു യഖ്തദിൽ ഫസാദ് എന്നുള്ളതാണ് ഖാഇദ. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരോധനം. അത് ഫസാദിനെ തേടുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നഹി ചെയ്തു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കർമ്മം പിന്നെ സ്വീകാര്യമല്ലാതാകുമോ എന്നുള്ളതാണ് ചർച്ച. ഉദാഹരണം പറഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വ്യക്തമാവുക. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു, അത് നഹിയാണ് അല്ലെ. റസൂലുള്ളാഹി നിരോധിച്ചു. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു. ഒരാൾ മോഷ്ടിച്ച വസ്ത്രം കൊണ്ട് നിസ്കരിച്ചു, മോഷ്ടിച്ച വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിച്ചു. അപ്പൊ ആ നിസ്കാരം സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്നൊരു ചർച്ചയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞു തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരു കാര്യത്തിന്റെ നഹിയും അടങ്ങുന്നത് അതേ കർമ്മത്തിലേക്ക്. ഇപ്പൊ മോഷണം ആ കർമ്മവുമായി ബന്ധപ്പെട്ടതല്ല, നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് പുറത്തുള്ളൊരു കാര്യമാണ്. മോഷ്ടിച്ചതിന് കുറ്റമുണ്ട്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല, കുറ്റം കിട്ടും. മോഷ്ടിച്ച വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിച്ച ആ നിസ്കാരത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ളതിലാണ് നമുക്ക് ചർച്ച ഉള്ളത്. അപ്പൊ അതേ കർമ്മത്തിലാകണം നഹി. നഫ്സുൽ അമലായിരിക്കണം, ദാത്തുൽ അമലായിരിക്കണം. ആ കർമ്മത്തിൽ തന്നെ നഹി ഉണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ കള്ള് വിൽക്കരുത്. കള്ള് വിൽക്കുന്നത് അള്ളാഹുവും റസൂലും വെറുത്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട് അവരെ, കള്ള് വിൽക്കുന്നവരെ. പന്നി
പന്നിയെ വിൽക്കുന്നത്, അതേപോലെ തന്നെ പന്നിമാംസം, ഈ പറയപ്പെട്ട ചില വിൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅ നിരോധിച്ചിട്ടുണ്ട്. ആ ബൈഅ ചെയ്താൽ ആ ബൈഅ എന്തല്ല, സ്വീകാര്യമല്ല എന്ന് തന്നെ പറയാം. അതായത് ഒരാള് കള്ള് വിറ്റാൽ അതിനോടുള്ള പണം അനുവദിക്കപ്പെടുകയില്ല. കച്ചവടം സാധുവല്ല, കച്ചവടം സ്വീകാര്യമല്ല. കാരണം റസൂലുള്ളാഹി നഹി ചെയ്ത കച്ചവടമാണത്. അപ്പൊ അത് അതേ കർമ്മത്തിലാണ് റസൂലുള്ളാഹി നഹി ഉള്ളത്, ആ കർമ്മം തന്നെയാണ്. ഇനി അല്ലെങ്കിൽ അതിനോട് ഇപ്പോ ഒരു കർമ്മം, ആ കർമ്മം ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി നഹി ചെയ്ത ഈ ഒരു വിശേഷണമുണ്ട്. ഈ വിശേഷണം അല്ലാതെ കർമ്മം ചെയ്യാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, പെരുന്നാൾ ദിവസം നോമ്പ് വെൽക്കരുത്, പെരുന്നാൾ ദിവസം നോമ്പ് വെൽക്കരുത്. പെരുന്നാൾ ദിവസം നോമ്പ് മാറ്റാൽ ആ നോമ്പ് എന്തല്ല, സ്വീകാര്യാവില്ല. ഇതിപ്പോ അങ്ങനെയല്ല നോക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി പറഞ്ഞ ഒരു വിശേഷനാണ്. ആ രൂപത്തിൽ അത് ചെയ്താൽ പിന്നെ ആ കർമ്മം തന്നെയാണ്. റസൂലുള്ളാഹി നഹി ചെയ്ത രൂപത്തിൽ ചെയ്താൽ അതും അസ്വീകാര്യമാണെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം നോമ്പ് വെക്കല്, അതേപോലെ തന്നെ ജുമയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള കച്ചവടം, ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള കച്ചവടം ചെയ്താൽ ആ കച്ചവടം എന്തല്ല, സ്വീകാര്യമല്ല. റസൂൽ അങ്ങനെ തന്നെ നഹി ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നഹി ചെയ്തിട്ടുണ്ട്. അത് നേരിട്ട് കച്ചവടത്തിലേക്കോ നോമ്പിലേക്കോ അല്ല പോകുന്നതെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ വിശേഷണം ഉണ്ടാണ്. ആ വിശേഷണത്തോടെ ചെയ്യൽ എന്താണ്, റസൂലുള്ളാഹി നിഷേധിച്ചിട്ടുണ്ട്, അല്ല നിരോധിച്ചിട്ടുണ്ട്. അതും ആ കർമ്മത്തെ ബാധിക്കും എന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഒരാൾ ഒരു വസ്ത്രം മോഷ്ടിച്ചു, മോഷ്ടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിച്ച നമ്മളൊരു മോഷ്ടിച്ചു, എന്നിട്ട് ആ വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിച്ചു. അപ്പൊ ആ നിസ്കാരം സ്വീകരിക്കുമോ, സ്വീകരിക്കില്ലേ? ആ നിസ്കാരത്തിന് ഇത് പ്രശ്നമാവുകയില്ല, എന്നാൽ ഇയാൾക്ക് കുറ്റം കിട്ടും, അയാൾ ഹറാമ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ. എന്നാൽ ആ നിസ്കാരത്തെ തന്നെ അത് ബാധിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ ഹംബലി ശരണിയിൽ കർമ്മശാസ്ത്രം പഠിച്ച ഹംബലി ഫിഖ്ഹില് അംഗീകരിക്കപ്പെട്ട ഒരു കായികയാണിത്. അതായത് മോഷ്ടിക്കപ്പെട്ട സ്ഥലത്ത്, ഒരാൾ പിടിച്ച് എടുത്ത സ്ഥലത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകാര്യമല്ല. ഒരാൾ മോഷ്ടിച്ച വെള്ളം, തട്ടിപ്പറിച്ചെടുത്ത വെള്ളം കൊണ്ട് ഒന്നു എടുത്താൽ ആ ഒന്നു സ്വീകാര്യമല്ല. അതേപോലെ ഒരാൾ മോഷ്ടിച്ച കത്തി കൊണ്ട് അറുത്താൽ ആ അറിവ് സ്വീകാര്യമല്ല എന്നൊക്കെ ഹംബലി ശരണിയിലുള്ള പണ്ഡിതന്മാർ പറയുന്നതൊക്കെ. പക്ഷെ അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായവും അക്സറുൽ ഉലമ, അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ, അലാനി ഇവരെ പോലെ ഉസൂൽ ഫിഖ്ഹിലെ, ഇത് ശരിക്കും ഉസൂലിയായ ഒരു കായികയാണ്. ഇത് ഖവായിദുൽ ഫിഖ് അല്ല. നമ്മളിപ്പോ പറയണത് ശരിക്കും ഉസൂൽ ഫിഖ്ഹിൽ പഠിക്കേണ്ടതാണ്. ഉസൂൽ ഫിഖ് വേറെ തന്നെയാണ്, ഖവായിദുൽ ഫിഖ് വേറെ തന്നെയാണ്. അൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്നുള്ളത് വേറെയാണ്, ഉസൂൽ ഫിഖ് വേറെയാണ്. രണ്ടാണ്. ഇത് ശരിക്കും ഉസൂൽ ഫിഖ്ഹിൽ പഠിക്കേണ്ടതാണ്. എവിടെ പഠിക്കേണ്ടതാണ്? ഉസൂൽ ഫിഖ്ഹിൽ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതിവിടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്തില്ല, പ്രശ്നമില്ല. പ്രശ്നമില്ല എന്നല്ല, കർമ്മത്തെ ബാധിക്കൂല, പ്രശ്നം തന്നെയാണ്. നഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നഹി വന്നാൽ നമ്മളത് ചെയ്താൽ, റസൂലുള്ള ഒരു കാര്യം നിരോധിച്ചു, നമ്മൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മുമ്പിൽ വന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യുമോ, ചെയ്യില്ലേ? കൽപ്പിച്ചാൽ ചെയ്യുമല്ലോ. റസൂലുള്ളാഹി നമ്മോട്, എനിക്കൊന്നുമില്ല ആരും ഇതാക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി വന്ന് നമ്മളോടൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കൂലേ? ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അത് അപ്രകാരം തന്നെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. എന്നാൽ ചില സമയത്തെങ്കിലും നമുക്ക് ഈ അംറ് നഹീനോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിനോടോ അള്ളാഹു കൽപ്പിച്ചതിനോടോ, റസൂലുള്ളാഹി നിരോധിച്ചതിനോടോ അള്ളാഹു നിരോധിച്ചതിനോടോ റസൂലുള്ളാഹി നിരോധിച്ചതിനോടോ ഒരു നമുക്കൊരു ഇരട്ടത്താപ്പ് ചില സന്ദർഭങ്ങളിലെങ്കിലും, അതിപ്പോ റസൂലുള്ളാഹി നിരോധിച്ചതാണെങ്കിലും എങ്ങനെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്രിനെതിരാകുന്നവർ ശിക്ഷയെ പേടിക്കണം എന്നാണ് ഖുർആനിന്റെ വ്യക്തമായ ആയത്തുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്രിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഹീനും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതിനോടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതിനോടും ചെറുതല്ലാത്ത ബഹുമാനമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്.
ആ ബഹുമാനം എന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നോ അന്ന് നമ്മളുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടും. ഒന്നുകൂടി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചതിനോട് നമ്മളുടെ മനസ്സിലൊരു ഗാംഭീര്യമില്ല. ഇപ്പൊ അള്ളാഹുവിന്റെ റസൂൽ കാണരുത് എന്ന് പറഞ്ഞത് ഒരു കൂസലുമില്ലാതെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ഒരു മനപ്രയാസവും ഇല്ലാതെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ കേൾക്കരുത് എന്ന് പറഞ്ഞത് ഒരു മനപ്രയാസവും ഇല്ലാതെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരു മനക്ലേശമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലാതെ നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈമാനിന് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അത് അപ്രകാരം നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും അത് ചെയ്യുക എന്നുള്ളിടത്താണ് ഒരു വിശ്വാസി ഉണ്ടാകേണ്ടത്. മാകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഇത് നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ നിലപാട് ഇതാണ്, അപ്പൊ എന്റെ നിലപാടും ഇതാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്കൊരു പക്ഷേ പ്രയാസം തോന്നിയേക്കാം. കാരണം ഭൂരിപക്ഷവും വേറൊരു റസൂലുള്ളാഹിയുടെ അല്ലാത്ത വഴിയിലാണ് നടക്കുന്നത്. എല്ലാവരും കല്യാണത്തിന് DJ പാർട്ടിയും അതേപോലെ തന്നെ സംഗീതവും ആടലും തുള്ളലുമാണ്. നമ്മളിപ്പോൾ അതൊന്ന് വിട്ടുന്ന നമ്മളൊരു ഏലിയനായ ഒരു അന്യഗ്രഹ ജീവിയായിട്ടാണ് നമ്മളെ കാണുക. അതേപോലെ തന്നെ എല്ലാവരും പിന്നെ എന്താണ് പറയാ, പൊതുവെ ഈ പറയപ്പെട്ട ഒരു സെലിബ്രേഷൻ സംസ്കാരത്തിന്റെ അടിമകളായി ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിന്നാൽ നമ്മൾ വേറെന്തോ ഒരു പോലെയാണ് നമുക്ക് തോന്നുക. എന്ത് തോന്നിക്കോട്ടെ, നമ്മളുടെ വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയാണ്. ആ വഴിയിലൂടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, സഈദുൻ വസഅദുൻ വബ്നു ഔഫ് വതുൽഹ വആമിർ ഫിഹ്റിൻ വസുബൈറുൽ മുമദ്ദഹു, ഈ പറയപ്പെട്ട സഹാബിമാരൊക്കെ നടന്നത്. ആ വഴിയിലൂടെ നമുക്ക് എന്ത് തോന്നരുത്, ഒരു മടുപ്പ് ഫീൽ ചെയ്യരുത്. അതായത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ വെച്ച് പിറകിൽ മ്യൂസിക്കിന്റെ ഒരു പാട്ട് വെച്ച് അതിൽ ആനന്ദ പുളകിതരാകുന്നവരാണ് ലോകത്തുള്ള അധിക ആളുകളും. ഒരു ലൈക്ക് ഇമോജിക്ക് വേണ്ടിയിട്ട് മരിക്കുന്നവരാണ്. അതേപോലെ തന്നെ പിന്നെ മോശപ്പെട്ട കാഴ്ചകൾക്കും ഇതിനൊക്കെ പിറകെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലാണ് നമ്മൾക്കെന്ന് പറയാൻ അഭിമാനവും സന്തോഷവും ആനന്ദവും നമ്മൾക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ ഏറ്റവും നല്ല ഈമാനാവുക. മറ്റേതൊരു ഇരട്ടത്താപ്പ് ഈമാനാണ്. നമുക്ക് പ്രയാസമില്ലാത്ത കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും, ബാക്കിയുള്ളവർ നമ്മളെന്തെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ചില ശഹവത്ത് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ചെയ്യുന്നിടത്തൊക്കെ നമ്മളൊരു അത്ഭുതകരമായ മടിയോ ഒരിക്കലും നമുക്ക് തന്നെ നിർവചിക്കാനാവാത്ത ചില കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പേടിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ നിരോധനങ്ങളോട് അത്ര ഗൗരവമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അള്ളാഹിന്റെ റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിയിലേക്ക് പോയി ചെയ്യരുത് എന്നുള്ളതല്ല, ആ വഴി നമ്മൾ അടുത്ത് പോയി അതിലേക്ക് പോകുകയും ചെയ്യരുത്. അപ്പൊ ഇതിന്റെ ഒരു ആത്മീയ വശം, ഇതിന്റെ ഫിഖ്ഹിയായ വശം. എന്ത് ഒരു നഹി റസൂലുള്ള പറഞ്ഞാൽ പിന്നെ അത് ആ കർമ്മത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ അതിന് നമ്മൾ എന്താണ് വിധിക്കുക. അപ്പൊ ഒരാൾ മോഷ്ടിച്ച വസ്ത്രം കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാണ് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിലാണ് ഇത് പറഞ്ഞത്. എന്താണ് നഹി ആ കർമ്മത്തിലേക്കോ ആ കർമ്മത്തിന്റെ ഷർത്തിലേക്കോ നേരിട്ട് ചെല്ലുന്നില്ല എങ്കിൽ പിന്നെ ആ കർമ്മത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്നു എന്നുള്ളത് പ്രശ്നമാകൂല. എന്നാൽ പിന്നെ ഒരു കർമ്മത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇങ്ങനത്തെ ബൈഅ നിങ്ങൾ ചെയ്യരുത്, ഇങ്ങനത്തെ കച്ചവടം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആ കച്ചവടം ചെയ്താൽ ആ കച്ചവടം സ്വീകാര്യമല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ പിന്നെ പെരുന്നാൾ ദിവസം നോമ്പ് വലിക്കരുത്, നോമ്പല്ലേ നല്ലല്ലേ എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു പെരുന്നാൾ ദിവസം നോമ്പ് വലിക്കരുത്, എന്നാ പിന്നെ ആ നോമ്പ് സ്വീകാര്യമല്ല. അയാൾ എത്ര മനോഹരമായിട്ടാണ് നോമ്പ് നോറ്റതെങ്കിലും എത്ര ആത്മീയത അയാൾ മനസ്സിൽ സന്നിവേശിപ്പിച്ചാലും എന്തൊക്കെ ചെയ്താലും കാര്യമല്ല, റസൂലുള്ളാഹി പറഞ്ഞു ചെയ്യരുത്, അതുകൊണ്ട് ആ നോമ്പ് സ്വീകാര്യമല്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഖായിദ കൂടി കഴിഞ്ഞാൽ, അടുത്തൊരു ഖായിദ കൂടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉസൂൽ ഫിഖ്ഹിലെ ഭാഷാപരമായ ചർച്ചകളാണ്. ഭാഷാപരമായ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ കുറച്ച് അറിയുന്നവർക്കാണ് അത് കൂടുതൽ ഉപകാരപ്പെടുക. അതുകൊണ്ട് അതിന്റെ ബൈത്തുകൾ മുഴുവൻ ഞാൻ ചൊല്ലിയിട്ട് അതിന്റെ ഏകദേശ അർത്ഥമായിരിക്കും പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറയാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്.
ഭാഷാപരമായ ചർച്ചയാണ്. പിന്നെ കായികത്തിലേക്ക് തിരിച്ചു വരും. കുറച്ചൊക്കെ ഒരു ഭാഷാപരമാണ്. ഇൻഷാ അല്ലാഹ് മനസ്സിലാകും. നമ്മൾ ഇത്രയൊക്കെ മനസ്സിലായല്ലോ, ഇൻഷാ അല്ലാഹ് മനസ്സിലാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് അള്ളാഹു കൽപ്പിച്ചതിനോടും റസൂലുള്ളാഹി കൽപ്പിച്ചതിനോടും അള്ളാഹു നിരോധിച്ചതിനോടും റസൂലുള്ളാഹി നിരോധിച്ചതിനോടും ഒരു ബഹുമാനം, ഒരു തഅളീം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇല്ലേ, നമ്മളൊരു പുനർവിചിന്തനം നടത്തണം. കാരണം അതില്ല എങ്കിൽ നമ്മുടെ ഈമാനിന് എന്തോ പ്രശ്നമുണ്ട്. അള്ളാഹു കൽപ്പിച്ചതാണ് എന്നൊരു ഗൗരവം ഉണ്ടല്ലോ, അള്ളാഹു നിരോധിച്ചതാണ് എന്നൊരു ഗൗരവം, അള്ളാഹിന്റെ റസൂൽ നിരോധിച്ചതാണ് എന്നൊരു ഗൗരവം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാവിരോധനങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവം കൊടുക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന ഹബീബിന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.